കോട്ടപ്പാറ പ്ലാന്റേഷനിൽ കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയ്ക്കുണ്ടായിരുന്ന പരിക്ക് സംബന്ധിച്ച് വനംവകുപ്പ് അന്വേഷണം നടത്തും. സ്ഫോടക വസ്തു പൊട്ടിയാണ് ആനയുടെ വായിൽ പരിക്കുണ്ടായതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ആന ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. 24 മണിക്കൂറും നിരീക്ഷണം തുടരുന്നുണ്ട്. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്ന് ജനവാസ മേഖലയിൽ ഭീതി വിതച്ചിരുന്ന മോഴയാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിനായി മയക്കുവെടിവെച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് വായിലെ പരിക്ക് സ്ഫോടക വസ്തു പൊട്ടിയതുമൂലമാണെന്ന നിഗമനത്തിലെത്തിയത്. വ്രണവും പല്ലുകൾക്ക് പൊട്ടലുമാണുള്ളത്. ഈ പരിക്ക് എങ്ങനെയുണ്ടായി എന്നാണ് വനംവകുപ്പ് അന്വേഷിക്കുന്നത്. എന്നാൽ നിലവിൽ കേസെടുത്തിട്ടുമില്ല. പ്രാഥമിക അന്വേഷണത്തിലൂടെ വ്യക്തത വരുത്തിയ ശേഷം കേസെടുക്കലും മറ്റു നടപടികളും മതിയെന്നാണ് തീരുമാനം. ആനയുടെ പരിക്ക് ഭേദമാകാൻ 1 മാസമെങ്കിലും എടുക്കുമെന്ന് വെറ്റിനറി ഡോക്ടർ പറഞ്ഞു. പരിക്ക് ഭേദമാകുന്നതുവരെ ആന മാർദ്ദവമുള്ള തീറ്റയ്ക്കായി ജനവാസ മേഖലയിലെത്താനുള്ള സാധ്യതയാണുള്ളത്. അതൊരു ആക്സിഡന്റ് പറ്റിയതാണ്. എന്താണ് മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ പറയാൻ പറ്റില്ല. ആ പല്ല് പൊട്ടിപ്പോയിട്ട് അത് കരിഞ്ഞ് ഉണങ്ങി വരികയാണ്. അപ്പോൾ അത് സമയമെടുക്കും. 1 മാസമെങ്കിലും മിനിമം എടുക്കും. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വാഴയും ചക്കയും അങ്ങനത്തെ സാധനങ്ങൾ തിന്ന് നടന്നത്. അത് ഇഞ്ചുറി മാറുന്നവരെ ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇതേപോലെ അതിന് പെട്ടെന്ന് തിന്നാൻ പറ്റുന്ന, അതായത് സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്. റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ വഴി ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. 24 മണിക്കൂർ പിന്നിടുമ്പോഴും ആന ജനവാസ മേഖല ലക്ഷ്യമാക്കി നീങ്ങിയിട്ടില്ല. ജനവാസ മേഖലയിൽ നിന്നും ദൂരെ പ്ലാന്റേഷനിൽ തന്നെയാണ് തുടരുന്നത്. പിടിയാനയാണെന്ന ധാരണയിൽ മലയാറ്റൂർ ഫീമെയിൽ 4 എന്ന പേരാണ് ആനയ്ക്ക് ആദ്യം നൽകിയിരുന്നത്. പരിശോധനയിൽ മോഴ ആണെന്ന് വ്യക്തമായതോടെ മറ്റൊരു പേര് നൽകാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ ഇതിനു മുമ്പ് പ്രശ്നക്കാരായ ഒട്ടേറെ ആനകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും റേഡിയോ കോളർ സ്ഥാപിച്ച് നിരീക്ഷണമേർപ്പെടുത്തിയ സംഭവം ആദ്യമായാണുണ്ടാകുന്നത്. മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ സ്ഥിരമായി ആക്രമണം നടത്തിയിരുന്ന കൊമ്പന്മാരെയും ഇങ്ങനെ നിയന്ത്രിക്കാൻ നടപടിയെടുത്തിരുന്നില്ല. GTV ന്യൂസ്, കോതമംഗലം.